ഹായ് ഫ്രണ്ട്സ്, തുമ്പിമോൾ ഉത്സവത്തിന് മാമന്റെ കൂടെ പുറത്തിറങ്ങാനുള്ള പരിപാടിയാണ് കേട്ടോ. മാമന്റെ അക്കൗണ്ടിത്തെ പൈസ തീർക്കാൻ രാത്രി അച്ഛന്റെ അക്കൗണ്ടിത്തെ പൈസ തീർക്കാൻ. അയ്യോ 2 കൊല്ലം കഴിഞ്ഞ് അഞ്ഞു സഹിക്കണല്ലോ ആലോചിച്ചിട്ട് വലിയ ടെൻഷൻ ആവണ്ടേ. മാമൻ പറഞ്ഞ വേറെ ഒന്നല്ല, മാമന്റെ പോക്കറ്റ് കാലിയാക്കാനുള്ള പോക്കാണ് തുമ്പിമോള് പോണത്. അത് കഴിഞ്ഞിട്ട് 2 കൊല്ലം കഴിഞ്ഞ കാശിമോനും അങ്ങനെ ആവുമെന്നാണ് അവൻ ഉദ്ദേശിച്ചത്. ഇവിടെ വാവുത്സവത്തിന് ഒരു പ്രത്യേകത കൂടി ഉണ്ട്. എല്ലാവർക്കും വാക്കാശി കൊടുക്കണം, കുട്ടികൾക്ക് കളിസാമാനം വാങ്ങണം, അതൊക്കെ ഒരു ചടങ്ങ് പോലെ കേട്ടോ. അങ്ങനെ മാമനും മോളെയും കാണാനായിട്ട് ഞാനും ഡാഡിനും ഒന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ, അവരും തിരഞ്ഞിട്ട്. അപ്പോൾ അതാ മാമൻ്റെ കയ്യിൽ നിന്ന് അടുത്ത സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് തുമ്പിമോള് വാങ്ങണതാണ് കേട്ടോ ഈ കാണുന്നത്. അവൾക്ക് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത് അവൾ ഇഷ്ടപ്പെട്ട് വാങ്ങാൻ കേട്ടോ. അങ്ങനെ മെല്ലെ മാമൻ്റെ കയ്യിൽ നിന്ന് തുമ്പിനെയും കൂട്ടി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോരുകയാണ്. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ഇതാ അച്ഛൻ ദീപാവലീൻ്റെ ഓരോ ഒരുക്കങ്ങളിലാണ് കേട്ടോ. ചിരാതൊക്കെ കത്തിക്കുക. അങ്ങനെ കാശിമോന്ത് അവിടെ ചേറിലിരിക്കേണ്ട, അവൻ ഇരിക്കട്ടെ, നമുക്ക് മുകളിൽ കുറച്ച് ചിരാതൊന്നും കൊണ്ട് വെക്കാനുണ്ട് കേട്ടോ. ദീപാവലീൻ്റെ ചിരാത് കത്തിക്കൽ മാത്രമല്ല, ഇത് കൂടെ നമ്മുടെ റോട്ടിന് മുറ്റത്ത് കൂടെ ജാതവനും പോവും. അപ്പോൾ ആ സമയം വരെ നമ്മുടെ ചിരാത് കെടാതെ കത്തിക്കണം. പക്ഷെ മഴയും കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, എത്ര നേരം ഇങ്ങനെ കത്തുന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാനും ടാട്ടനും അച്ഛനും എല്ലാവരും കൂടി ആ ഒരു സമയമാകുമ്പോഴത്തേനൊക്കെ കത്തിച്ച് സെറ്റാക്കി വെക്കാൻ കേട്ടോ. ഹാപ്പി ദീപാവലി. ഈ നാട്ടിലുള്ള ഒട്ടുമിക്ക വീടുകളിൽ ഈ സന്ധ്യാനേരത്തെ ദീപം തെളിയിക്കലാണ് കേട്ടോ മെയിൻ പരിപാടി. ആ തെളിയിച്ച് എല്ലാ വീടും അടിപൊളിയാണ് കേട്ടോ ആ നേരത്ത് കാണാൻ. പക്ഷേ നമ്മുടെ ഈ ജാതവൻ വരുമ്പോഴത്തേന് കുറച്ച് ലേറ്റായിപ്പോയി, മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് സമയം വൈകിന്ന് കേട്ടോ. ഇതാ കാശിമോനാണെങ്കിൽ ആദ്യമായിട്ടാണ് കേട്ടോ ജാതവനെ കാണാൻ പോകുന്നത്. ഇത് ജാതപ്പൻകോട്ടയിൽ പോകുമ്പോൾ കാശിമോനെ കൂട്ടിയിട്ടൊന്നുമില്ല. ഇതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ഓവറോൾ ലുക്ക്. ദീപം കത്തിച്ചിട്ട് കാശിമോൻ അച്ഛൻ ചേർന്ന് എടുക്കുകയാണ്. അങ്ങനെ ഇതാ നമുക്ക് ചുറ്റുമതിലും കൂടി ഒന്ന് സെറ്റാക്കാനുണ്ട് കേട്ടോ ദീപം. ഇപ്പം മഴയും കാര്യങ്ങളൊന്നുമില്ല, അല്ല ചുറ്റുമതിലൊക്കെ സെറ്റാക്കി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി മഴ പെയ്താൽ എന്താ പാടെന്ന് അറിയില്ല. എന്താ ജാതകം വരാനുള്ള സമയം. അപ്പോൾ അയൽവാസികളെല്ലാവരും റോഡ് സൈഡിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. എന്താ ജാതകം വന്ന് തുമ്പിമോളാണെങ്കിലും കാശിമോനാണെങ്കിലും ജാതവനെ തൊട്ട് തൊഴുകയാണ് കേട്ടോ. ഞാനും തൊട്ട് തൊഴുന്നു. നാട്ടുകാർ മുഴുവൻ ഈ ഒരു ഉത്സവത്തിനും ജാതപ്പനെ കാണാനും ദേവിനെ കാണാനുള്ള ഒരുക്കങ്ങളിലും സന്തോഷങ്ങളിലൊക്കെയാണ് കേട്ടോ. എൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ ജാതപ്പൻ കയറലുണ്ട്. അത് പണ്ട് മുതലേ ഉള്ള ഒരു ആചാരം കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.